ഇറാഖിലെ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയയുടെ തലവനായ അബു ഖദീജ കൊല്ലപ്പെട്ടുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംയുക്ത ആക്രമണത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനായ അബു ഖദീജ കൊല്ലപ്പെട്ടത്. ഭീകര ഗ്രൂപ്പിലെ മറ്റൊരു തിരിച്ചറിയപ്പെടാത്ത അംഗവും കൊല്ലപ്പെട്ടതായി ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയയുടെ തലവനായ അബു ഖദീജ കൊല്ലപ്പെട്ടുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സംയുക്ത സൈനിക നടപടിയിലൂടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനായ അബു ഖദീജ കൊല്ലപ്പെട്ടത്. ഭീകരഗ്രൂപ്പിലെ മറ്റൊരു തിരിച്ചറിയപ്പെടാത്ത അംഗവും കൊല്ലപ്പെട്ടതായി ട്രംപ് അറിയിച്ചിട്ടുണ്ട്. US ഇറാഖി കുർദിഷ് സേനകൾ ഉൾപ്പെട്ട സംയുക്ത സൈനിക നടപടിയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനായ അബു ഖദീജയെ വധിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവും ഭീകരസംഘടനയുടെ ആഗോള നേതാവ് അല്ലെങ്കിൽ ഖലീഫ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അബു ഖദീജ. ഇറാഖിൽ ഒളിവിൽ കഴിയവെയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക നടപടിയിൽ അബു ഖദീജ കൊല്ലപ്പെട്ടത്. ധീരരായ യുദ്ധപോരാളികൾ നിരന്തരം വേട്ടയാടിക്കൊണ്ട് അബു ഖദീജയെ വധിച്ചെന്ന് ട്രംപ് തന്റെ സാമൂഹ്യമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. ട്രംപിന്റെ പോസ്റ്റിന് തൊട്ടുപിന്നാലെ അബു ഖദീജയെ വധിക്കാൻ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളും വൈറ്റ് ഹൌസ് പങ്കുവച്ചിട്ടുണ്ട്. ഇറാഖിലെ പടിഞ്ഞാറൻ അൻബാർ പ്രവിശ്യയിൽ വ്യോമാക്രമണത്തിലൂടെയായിരുന്നു ഓപ്പറേഷൻ നടത്തിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് അബു ഖദീജയ്ക്കെതിരെ ആക്രമണം നടന്നത്. ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി സൈനിക നടപടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് അബു ഖദീജ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഭീകരനെ ഇല്ലായ്മ ചെയ്യുവാൻ ഇറാഖി സുരക്ഷാ സേനയുടെയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന്റെയും ശ്രമങ്ങളെ സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പ്രസ്താവനയിൽ ഇറാഖി പ്രധാനമന്ത്രി പ്രശംസിച്ചു. അബു ഖദീജയെ ഇറാഖിലെയും ലോകത്തിലെയും ഏറ്റവും അപകടകാരിയായ ഭീകരരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അബു ഖദീജയുടെ ഉന്മൂലനം ഇറാഖിന്റെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലെ മറ്റൊരു പ്രധാന വിജയമാണെന്ന് കൂട്ടിച്ചേർത്തു.